വോക്കി ടോക്കി, മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ടാബ് ഇത്തരത്തിൽ എന്തൊക്കെ നമ്മൾ ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്നു അതൊക്കെ ഹാക്ക് ചെയ്തെടുക്കാൻ കഴിയുന്ന ഇസ്രയേലിന്റെ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള AI ടെക്നോളജി ദി ഗോസ്പൽ നമുക്കറിയാം. ഗാസ യുദ്ധ സമയത്തൊക്കെ ഇസ്രയേൽ പ്രയോഗിച്ചിട്ടുണ്ട്. അത് തന്നെ ഇറാനിലും ഇസ്രയേൽ പ്രയോഗിക്കുന്നു എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഈ ജൂതന്മാരുടെ തല എന്ന് പറഞ്ഞാൽ പലപ്പോഴും അത് ചർച്ചയായിട്ടുണ്ട്. അവരുടെ ഒരു ബുദ്ധി അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന, അവർ ലോകത്തിന് മുന്നിൽ കാഴ്ചവെക്കുന്ന സാങ്കേതികത്വം എന്ന് പറയുന്ന സംഗതി. അത് തന്നെയല്ലേ ഇവിടെയും വ്യക്തമാകുന്നത്. ഇറാൻ അല്ലെങ്കിൽ ഇസ്രയേലിനെ വെറുപ്പിക്കുന്ന രാജ്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ദി ഗോസ്പൽ പോലെയുള്ള ആധുനിക ടെക്നോളജികൾ, AI സാങ്കേതിക വിദ്യകൾ ഇസ്രയേലിന്റെ കയ്യിലുണ്ട് എന്ന് വേണ്ടേ കരുതാൻ. തീർച്ചയായിട്ടും ഇതിനകത്ത് യുദ്ധം എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, സാധനങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല, തന്ത്ര അല്ലെങ്കിൽ തന്ത്രപരമായിട്ട് യുദ്ധം ചെയ്യുന്നവനെ യുദ്ധത്തിൽ ജയിക്കത്തുള്ളൂ. ഒരേ രീതിയിൽ പരസ്പരം ബലാബലം നിൽക്കാനുള്ള ആയുധങ്ങളും മറ്റെല്ലാ സംവിധാനങ്ങളും ഉണ്ടെങ്കിലും അത് ഉപയോഗിക്കുന്നതിനകത്ത് തന്ത്രപരമായ നീക്കത്തിലാണ് യുദ്ധം ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ സിസ്റ്റത്തെ പറ്റി നമുക്ക് ആദ്യം ഒരു കാര്യങ്ങൾ ഒന്ന് പ്രേക്ഷകരെ അല്ലെങ്കിൽ അവിടുത്തെ സംവിധാനത്തെ പറ്റി ബോധ്യപ്പെടുത്തിട്ട് സിസ്റ്റത്തെ പറ്റി പറയാം. അപ്പം ഇസ്രായേൽ പട്ടാളം അല്ലെങ്കിൽ നമ്മൾ സൈനിക ബലത്തെ പറ്റി അല്ലെങ്കിൽ ഇറാന്റെ സൈനിക ബലത്തെ പറ്റി കുറച്ച് കാണാൻ പറ്റത്തില്ല. മിലിറ്ററി എക്സ്പേർട്സ് ഒക്കെ പണ്ട് എഴുതിയിരുന്നത് നമ്മൾ വായിച്ചു നോക്കിയാൽ അവിടെ പട്ടാളം തന്നെ 13 ലക്ഷം പട്ടാളമുണ്ട്. നിസ്സാരമാണ്. അതിനകത്ത് 7 ലക്ഷം ആക്റ്റീവാണ്. ഏറ്റവും മുന്തിയ രീതിയിലുള്ള പട്ടാളം അല്ലെങ്കിൽ അതിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആൾ. ഇതിനെ ഛിന്ന ഭിന്നമാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ ഖമേനിയാണ്. അല്ലെങ്കിൽ ഖമേനിയുടെ നേതൃത്വത്തിൽ വന്നതിന് ശേഷമാണ്. എന്ത് ചെയ്തു? ഈ പട്ടാളത്തിന്റെ ഉത്തരവാദിത്വം ഖമേനിക്കായതിനു ശേഷം അദ്ദേഹത്തിന് പട്ടാളത്തിനകത്ത് കൂടുതൽ സ്വാധീനം ഉണ്ടാക്കുന്നതിന് വേണ്ടി മതമേലധ്യക്ഷന്മാരെ പോലെയുള്ളവരെ പട്ടാളത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ തുടങ്ങി. പട്ടാളത്തിന്റെ ഉത്തരവാദിത്വം, പട്ടാളത്തിന്റെ പണി നല്ലപോലെ അറിയാൻ വയ്യാത്തവനെ ഏൽപ്പിച്ചാൽ ആ യുദ്ധം എവിടെ ചെന്ന് തീരും? അതിന്റെ കൂടാണ് ഇവരുടെ സൈബർ യുദ്ധം. അതിനകത്ത് ഏറ്റവും പുതിയ ഒരു സൈബർ യുദ്ധം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് AI ഗോസ്പൽ സിസ്റ്റം. ഈ സിസ്റ്റം ഹമാസിനെതിരെ ഉപയോഗിച്ച് ലോകത്തിനി അത് ഉപയോഗിക്കരുത് എന്നുള്ള രീതിയിലേക്ക് ചർച്ച വന്നതാണ്. ഇത് വലിയ ടാർഗറ്റാണ്. ഇപ്പം എന്നെ ടാർഗറ്റ് ചെയ്തിട്ട് ഈ സംവിധാനം പ്രവർത്തിക്കുകയാണെങ്കിൽ എന്നിൽ നിന്ന് പോകുന്നവരെ മൊത്തവും ടാർഗറ്റ് ചെയ്യും. എവിടെ നിന്നാലും ടാർഗറ്റ് ചെയ്യും. ആ ടാർഗറ്റ് വെച്ചിട്ട് ആക്രമിക്കാൻ സാധിക്കും. അതായത് ഇത് തന്നെ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതേ രീതിയിലേക്കുള്ള സംവിധാനം പട്ടാളത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നു. ഈ പറയുന്നത് പോലെ ഇസ്രായേൽ സൈബർ ഹാക്കിംഗ് അവർ നടത്തി കഴിഞ്ഞു വളരെ കൃത്യമാണ്. കാരണം ഏത് മെസ്സേജ് വന്നാലും ഇപ്പൊ അവരുടെ മെസ്സേജ് അല്ല വരുന്നത്. പട്ടാളത്തിനകത്ത് വരുന്ന കമാൻഡ് പോലും ഇസ്രായേൽ കൊടുക്കുന്ന കമാൻഡാണ്. ഇസ്രായേൽ കൊടുക്കുന്ന കമാൻഡ് എങ്ങനെ? ഇപ്പൊ അവിടെ പോയി മിസൈൽ ഇടാൻ പറയത്തൊന്നുമില്ല, ബോംബ് ഇടാൻ പറയത്തൊന്നുമില്ല. അവരുദ്ദേശിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ്. അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്നിടത്ത് ബോംബ് ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ളിടത്തേക്ക് നീങ്ങാൻ പറയും. ഇപ്പം ഒരു കൂട്ടം പട്ടാളം അതിന് കമാൻഡ് നോക്കി നിൽക്കുക മേളിൽ നിന്നുള്ളവരുടെ, അല്ലെങ്കിൽ എങ്ങോട്ട് മൂവ് ചെയ്യണം എന്നറിയത്തില്ല. അപ്പൊ യഥാർത്ഥത്തിൽ സേഫ് ആയിട്ടുള്ളിടത്തോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി പറയുന്നത് വടക്കോട്ടാണെന്ന് വിചാരിച്ചു, ഉദാഹരണം പറയും. അപ്പം അതിനകത്ത് കമാൻഡ് കൊടുക്കുന്നത് ഇസ്രായേലാണ്. വടക്കോട്ട് പോയാൽ ഇസ്രായേലിന് ബോംബ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ തെക്കോട്ട് വന്നാൽ ഇസ്രായേലിന് ബോംബ് ചെയ്യാം. ഇസ്രായേൽ ഇതിനകത്ത് ഇറങ്ങി ഈ സിസ്റ്റം ഉപയോഗിച്ച് ഹാക്ക് ചെയ്ത് ഈ സിസ്റ്റം ഉപയോഗിച്ച് അവർ കമാൻഡ് കൊടുക്കുന്ന എങ്ങനെ? തെക്കോട്ട് പോകാൻ പറ്റും. തെക്കോട്ട് പോകുമ്പോൾ കൃത്യം അവർക്ക് കൊണ്ട് ബോംബിടാൻ പറ്റും. ഇതേ രീതിയിൽ അവിടെ പ്രഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അതുപോലെ ഇപ്പൊ തന്നെ അവിടെ നെറ്റ് അവർ ഓഫ് ചെയ്തു. ഇന്റർനെറ്റ് ഗവൺമെന്റ് ഓഫ് ചെയ്ത് ഇറാൻ. കാരണം നെറ്റ് മൊത്തം ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇസ്രായേലാണ്. അതുപോലെ ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഫോൺ ഇന്നലെ നമ്മളൊരു കഥ ഫോണിനകത്ത് വിളിച്ചിട്ട് ഇപ്പൊ എന്നെ കൊല്ലുന്നതിന് മുമ്പ് എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറയുക, അല്ലെങ്കിൽ എന്റെ ഭാര്യ വിളിച്ചിട്ട് പറയാ, കൊച്ചാടിനെ നാളെ ഒരു 9 മണിയാകുമ്പോൾ കാച്ചും കേട്ടോ എന്ന് വിളിച്ചിട്ട് പറഞ്ഞിട്ട് ആ സമയമാകുമ്പോൾ കൊല്ലുക. ഇത് ഫോണിൽ മെസ്സേജ് കൊടുക്കുക, SMS. ഇതേ രീതിയിലേക്കാണ് അത് യുദ്ധതന്ത്രം അല്ലെങ്കിൽ ഇതേ രീതിയിലേക്കുള്ള ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം. ഇവരാദ്യമേ തെക്കൻ ഇസ്രായേലാന്ന് തോന്നുന്നു, വെസ്റ്റേൺ ഇറാനിലായിരുന്നു ഈ മൊത്തം ഈ മിസൈലുകളും അല്ലെങ്കിൽ കൂടുതൽ ലോഞ്ച് ചെയ്തപ്പോൾ പാകിസ്ഥാൻ നമുക്കെതിരെ ഉള്ള മൊത്തം തിരിച്ചു വെച്ചേക്കുന്ന പോലെ അവിടെ ആരൊക്കെ ഉണ്ടെന്നറിയാം? ഈ ശത്രുക്കൾ അവിടെ ആയിരിക്കുന്നു. ഒന്ന് ഇസ്രായേൽ ഉണ്ട്, ജോർദാൻ ഉണ്ട്, ആ സൈഡിൽ ജോർദാൻ ഉണ്ട്, ഇറാഖ് ഉണ്ട്, UAE ഉണ്ട്, സൗദി ഉണ്ട്.
ഇവരെല്ലാം ശത്രുക്കളാണ്, അവിടോട്ട് അത് മൊത്തം വെച്ചത്. അപ്പൊ ആദ്യമേ ഇവന്മാർ ആദ്യത്തെ 2 ദിവസം ചെയ്ത പരിപാടി എന്താ, അവിടുത്തെ ലോഞ്ചുകൾ ഏകദേശം ഒക്കുന്നതെല്ലാം അടിച്ചു ഇസ്രായേൽ. അടിച്ചു കഴിഞ്ഞപ്പോൾ ഇത് അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഇതിന് അവിടുന്ന് ഇതെല്ലാം കൂടെ പിറകെ സെൻട്രലിലോട്ട് വന്നു. സെൻട്രലിലോട്ട് വന്നപ്പോൾ ഈ സിസ്റ്റം ഉപയോഗിച്ച് സെൻട്രൽ കൊണ്ട് ഫിറ്റ് ചെയ്യാൻ നേരം ഇവർക്ക് ഇതിനകത്ത് മൊത്തം അറിയാമല്ലോ, കാരണം ഇതിനകത്ത് മൊത്തം മൊസാദാണ് നിൽക്കുന്നത്. പട്ടാളക്കാരിൽ ഇപ്പോഴത്തെ പുതിയ ഇന്റലിജൻസ് സംവിധാനം അനുസരിച്ച് പട്ടാളക്കാരിനകത്ത് 10 എണ്ണം ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു 3 എണ്ണം മിനിമം മൊസാദിന്റെ ആൾക്കാരാണ്. അപ്പൊ അവരിങ്ങോട്ട് വന്ന സെൻട്രലിൽ വന്നപ്പോഴത്തേന് അവിടെയും പോകും. അപ്പം ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പട്ടാളത്തെ കമാൻഡ് കൊടുക്കാൻ ആളില്ലാതെ പട്ടാള മേധാവികളെ ആദ്യം കൊന്നു. രണ്ടാമത് വന്ന പട്ടാള മേധാവി ബംഗറിൽ പോയിരുന്നതൊക്കെ ടെഹ്റാനിൽ നിന്ന് മാറി ബംഗറിൽ പോയിരുന്നതൊക്കെ അവിടെ ചെന്നിട്ട് ബംഗർ ബ്ലസ്റ്റർ അല്ലെങ്കിൽ അതുപോലെ ബംഗർ ബ്ലസ്റ്റർ പോകുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഇപ്പൊ ഇതുവരെ കൊടുത്തിട്ടില്ല, എന്നാലും ഈ പിന്തുടർന്ന് കൊല്ലാൻ പറ്റുന്ന മിസൈൽ ഉപയോഗിച്ച് അയാളെ കൊന്നു. അപ്പം ഇതിനകത്ത് നയിക്കാൻ ആളില്ല. ഇന്റലിജൻസ് മേധാവി ഓഫീസ് അല്ലെങ്കിൽ ഇവരുടെ പ്രധാനപ്പെട്ട പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്, പ്രധാനപ്പെട്ട സംവിധാനങ്ങൾ ഇതെല്ലാം കഴിഞ്ഞു. എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരെ വെച്ച് ചെയ്യാമെന്ന് വെക്കുമ്പോൾ ഇതിന് കമാൻഡിനകത്ത് അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. സൈബർ യുദ്ധത്തിൽ ഏറ്റവും മുന്നേ നിൽക്കുന്ന രാജ്യം ഇത് തന്നെയാണ്. അവർ ഈ ഹിസ്ബുള്ള പറഞ്ഞല്ലോ, വന്നോട്ട് ഞങ്ങളുടെ ഇതിനകത്തോട്ട് ഞങ്ങളുടെ ബങ്കർ കണ്ടാ പേടിച്ചു പോകും, ശരിയാ, ഞങ്ങളെ എങ്ങനെ അപ്പൊ പേജർ സംവിധാനത്തിൽ കൂടാണ് ഇവര് ലോകത്തൊരു ഇന്റർനെറ്റിനും അല്ലെങ്കിൽ മറ്റ് പേജറിനകത്ത് ഇന്റർനെറ്റ് വേണ്ടല്ലോ, ഒരു സംവിധാനത്തിന് നോക്കത്തില്ല. അവന്മാര് വലിയ ബുദ്ധിമാന്മാര് ഇന്റർനെറ്റ് അവർ പേജറാണ് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഇപ്പം പേജർ ഉപയോഗിക്കുന്നത് നമുക്കറിയാലോ, പേജർ പണ്ട് കുഞ്ഞുനാളിൽ നമ്മൾ കണ്ടിട്ടുള്ള പേജർ അത്രയും പഴക്കമുണ്ട്. പേജർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇന്റർനെറ്റ് ഇല്ല, വേറെ ചില സിഗ്നൽ സംവിധാനം അവർ വിചാരിച്ച് ഇതാകുമ്പോൾ സേഫ് ആണല്ലോ, ഞങ്ങൾക്ക് മാത്രമേ അറിയാനൊക്കത്തുള്ളൂ ഞങ്ങളുടെ ആൾക്കാർ എവിടെയൊക്കെ ഉണ്ടെന്ന്. അവസാനം പേജർ പൊട്ടിത്തെറിച്ച കണ്ടായിരുന്നു. പേജർ പൊട്ടിത്തെറിച്ചു. ഈ ഭയങ്കര ശൃംഖല സൈനിക സംവിധാനം, ഹിസ്ബുള്ളയുടെ സൈനിക സംവിധാനം നിസ്സാരമൊന്നുമല്ല. കാരണം അവർക്ക് ഇതുപോലെ പ്രത്യക്ഷത്തിൽ 1 ലക്ഷം, റിസർവ് ഏതാണ്ട് 2 ലക്ഷം പട്ടാളമുള്ള, അത് വെല്ലായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു രാജ്യത്തിന്റെ പട്ടാളക്കാരെക്കാട്ട് വലിയ ട്രെയിനിങ് കൊടുത്തിട്ടിരിക്കുന്ന. അവസാനം കമ്മ്യൂണിക്കേഷൻ ഇല്ലപ്പാ. പ്രധാനപ്പെട്ട കൈവച്ചിരുന്നാലെല്ലാം പൊട്ടിത്തെറിച്ച് എത്തു പ്രധാനപ്പെട്ടവന്മാര്. കാരണം കയ്യിലിരുന്ന് ആരുടെ കയ്യിലായിരിക്കുന്നത്? പേജർ ഏറ്റവും പ്രധാനപ്പെട്ട ഹിസ്ബുള്ളയുടെ നേതാക്കന്മാരുടെ കയ്യിലായിരുന്നു. അതെല്ലാം പൊട്ടിത്തെറിച്ചു. തലയില്ലാത്തവന് കൈയില്ല, കൈയില്ലാത്തവന് തലയില്ല, കൈയും കാലും തലയും ഉള്ളവനും കാലില്ല, ഇതേ രീതിയിലായി. എത്ര പേര് ഇഞ്ചേർഡായി? അങ്ങനെയാണല്ലോ ആദ്യം പൊളിച്ചത്. പിന്നെ അവന്മാർ കുറെ നാള് ഈ പറയുന്ന എടുത്തു വെച്ച് അവന്മാരുടെ വാണവും മിസൈലും അല്ലെങ്കിൽ ഡ്രോണും ഒക്കെ വിട്ടു. പക്ഷെ വിട്ടതൊക്കെ ലക്ഷ്യസ്ഥാനത്തെത്തില്ല. ഇതേ തന്ത്രമാണ് ഇപ്പം ഈ പറയുന്ന പട്ടാളക്കാർക്കിടയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ ഇതിന്റെ കൂടെ ഇത് മൊത്തവും അവർക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പട്ടാളത്തെ അല്ലെങ്കിൽ ഈ ഗോസ്പൽ സംവിധാനവും ഹൈബർ ഹാക്കിങ്ങും അല്ലെങ്കിൽ ഈ പറയുന്ന ടെലിഫോൺ അവരുടെ ഹാക്ക് ചെയ്തുകൊണ്ടും ഒക്കെയുള്ള രീതിയിലേക്ക് എല്ലാം ഛിന്ന ഭിന്നമാക്കി. പിന്നെ എവിടുന്നേലൊക്കെ 10 മിസൈൽ വിടുന്നു, ചിലതൊക്കെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒറ്റ കഴിഞ്ഞ അക്ഷരം ആവുന്ന പോലെ അവിടെ ചെന്ന് വീഴുന്നു. അപ്പം അപ്പൊ ഓരോ ദിവസവും തമ്മിൽ പരിശോധിക്കുമ്പോൾ ഇവിടുത്തെ മലയാള മാധ്യമങ്ങൾ പറയുന്നത് പോലെ അല്ല, ഓരോ ദിവസവും മിസൈൽ തുടക്കുന്ന ലോഞ്ചുകൾ ഇല്ലായ്മയായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ ആണവായുധ കേന്ദ്രങ്ങൾ ആക്രമിച്ച് റിയാക്ടർ ആക്രമിച്ചു തുടങ്ങിയില്ലേ? അപ്പം റിയാക്ടർ ആക്രമിച്ചതിനകത്ത് പ്രശ്നമാവും, എളുപ്പം അനുസരണം ഉണ്ടാവും. അപ്പൊ അവരതിന്റെ ഓരോന്നോരോന്ന് കൃത്യമായിട്ട് അവരുടെ കയ്യിൽ നിൽക്കുന്നില്ല, അവരെ കൂടുതൽ ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ ഇപ്പൊ ആശുപത്രി ആക്രമിച്ചപ്പോഴാണ് തിരിച്ചാക്രമിച്ചത്. അപ്പൊ ഈ രീതിയിലേക്ക് ഇനി ഒരു സുപ്രഭാതത്തിൽ ഒരാഴ്ചയോടെ കഴിയുമ്പോൾ ഈ രീതിയിലാണ് പോകുന്നുണ്ടെങ്കിൽ ഇന്നലെ 100 ലോഞ്ചറുകൾ, മിസൈൽ ലോഞ്ചറുകൾ ഉണ്ടെങ്കിൽ ഇന്ന് 50 അല്ലെങ്കിൽ 70 ആവുന്നു, നാളെ 50 ആവുന്നു, അതിന്റെ പിറ്റേന്ന് 25 ആകുന്നു, അതാവുന്നു, പിന്നെ ലോഞ്ച് ചെയ്യാൻ സംവിധാനം ഇല്ലാതാവുന്നു. അതുപോലെ തന്നെ ഇവരുടെ സ്റ്റോറിനകത്ത് കയറി അടിച്ചിട്ടുണ്ട്, ഫാക്ടറിക്കകത്ത് കയറി അടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതേ രീതിയിലേക്കുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഒരു രീതിയിലും പട്ടാളത്തെ ചിതറിച്ചു കളഞ്ഞു, പട്ടാളത്തിന് ഒന്നും പറ്റാത്ത അവസ്ഥയിലേക്ക്, പിന്നെ എന്തൊക്കെയോ ചെയ്യുന്നു, ആരൊക്കെയോ ചെയ്യുന്നു. ഈ രീതിയിലേക്കാണ് പ്രോക്സികളെ എങ്ങനെ കൈകാര്യം ചെയ്തത്. അവിടെ ഞാൻ പറഞ്ഞു വളരെ കൃത്യമായിട്ടുള്ള യുദ്ധതന്ത്രമാണ്. അപ്പുറത്ത് നിൽക്കുന്ന ശത്രുവിന് യുദ്ധം ചെയ്യാനും അവന് ലക്ഷ്യം വെക്കാനും പറ്റാത്ത രീതിയിൽ അവന്റെ സംവിധാനങ്ങളെ തകർക്കുകയും ഇപ്പുറത്തുനിന്ന് ഇസ്രായേൽ വളരെ കൃത്യമായിട്ട് അവിടെ കയറി അവർ ഉദ്ദേശിക്കുന്നിടത്ത് ബോംബ് ചെയ്ത് തിരിച്ചു കയറുകയും ചെയ്യുന്ന ഒരു യുദ്ധമാണ് ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ യുദ്ധത്തിനകത്ത് ഈ യുദ്ധം ഇങ്ങനെ പോയാൽ ഇതുവരെയെല്ലാം ജയിച്ചതുപോലെ ഇസ്രായേൽ തന്നെ ജയിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. കാരണം ഇത്രയും വലിയ ഒരു രാജ്യത്തോട്, സംവിധാനങ്ങളുള്ള ഒരു രാജ്യത്തോട് യുദ്ധം ചെയ്യാൻ ഇസ്രായേൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ A to Z കാര്യങ്ങൾ ബോധ്യപ്പെട്ടാണ് അവർ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചത്. ഇത് തന്നെ കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ ഒരു മാധ്യമത്തിനകത്ത് മൊസാദിന്റെ ഒരു പഴയ ആള് പറഞ്ഞിരിക്കുന്നത്, അയാൾ പറഞ്ഞ വാർത്താ സമ്മേളനം ഉണ്ട്, ഗോസ്പൽ സംവിധാനം ഉപയോഗിച്ചും മൊത്തം ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് എവിടൊക്കെ നീ ഇരിക്കുന്നു, നിന്റെയൊക്കെ സംവിധാനം എവിടൊക്കെ ഉണ്ട്, നീ എത്രയൊക്കെ ഒളിപ്പിച്ചിട്ടുണ്ട്, അതെല്ലാം ഞങ്ങളുടെ ടാർഗറ്റിലുണ്ട്. ഞങ്ങൾ അത് എപ്പം വേണമെന്ന് തീരുമാനിക്കുന്ന നിമിഷം നമ്മൾ അത് അടിച്ചിരിക്കും.
കൈകാര്യം ചെയ്തിരിക്കും എന്നുള്ള രീതിയിലേക്ക് പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതേ രീതിയിലേക്കുള്ള ഒരു യുദ്ധമാണ് പട്ടാളം എത്ര വലിപ്പത്തിൽ ഉണ്ടായിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് യുദ്ധം ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ ഐഡിയ ഇല്ലാത്ത ഒരു സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ നീക്കിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് ബോധ്യപ്പെടുന്നത്. യെസ്, എന്തായാലും അത്യാധുനിക സാങ്കേതിക വിദ്യ AI ഗോസ്പൽ സിസ്റ്റം ഉപയോഗിച്ച് ഇവർ ഒരു യുദ്ധ പ്രഖ്യാപനം അല്ലെങ്കിൽ യുദ്ധം നടത്തുകയാണ് ഇസ്രയേൽ. ഗാസയിൽ ഇത് ഉപയോഗിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ പേജർ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഹിസ്ബുള്ളയും അല്ലെങ്കിൽ മറ്റ് സംഘടനകളും ഒക്കെ ഒരു യുദ്ധം നടത്തുമ്പോൾ നമുക്കറിയാം, പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ പേജർ ഒക്കെ ഏത് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണെന്ന്. എന്നാൽ 2025 AI കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് ഇസ്രയേൽ ഇതാ കൃത്യമായ ആക്രമണം നടത്തുന്നു. ഇനി അത് ഉപയോഗിക്കരുത് എന്ന് പോലും ലോകരാജ്യങ്ങളെ കൊണ്ട് പോലും പറയിപ്പിക്കുന്ന തരത്തിലുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ.